ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമാ കണ്ണൻ വേൾഡ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാര വേണം, ഷുഗർ, സോൾട്ട്, കുറച്ച് ടർമറിക്, മഞ്ഞൾപ്പൊടി വേണം, 1 എഗ്ഗ് വേണം. നമ്മൾ ഏത് കപ്പിലാണോ മൈദ എടുക്കുന്നത് ആ കപ്പിൽ തന്നെ 1 കപ്പ് നമുക്ക് വാട്ടറും കൂടെ വേണം. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മിക്സിയുടെ ബൗളിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ട് വരാം. നമ്മൾ മിക്സിയുടെ ബൗളിൽ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ട് വരാം. ദോശയുടെ ഒരു ബാറ്ററിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ട് വരാം. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്, കണ്ടോ? ഈ ഒരു ഇതിൽ വേണം നമ്മുടെ ബാറ്റർ റെഡിയാക്കാനായിട്ട്. നമ്മുടെ ഈ ബാറ്ററിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന 1 എഗ്ഗും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ദോശയുടെ കല്ലിൽ നമുക്ക് ദോശ ഒഴിക്കുന്ന പോലെ എടുക്കാം. ഈസിയാണ്. നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും മുതിർന്നവർക്ക് എല്ലാവർക്കും കഴിക്കാൻ എളുപ്പമായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ദോശ പോലെ ഒഴിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ മൈദയും മുട്ടയും വെച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഈസിയാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. മുട്ടക്കറിയുടെ കൂടെയും ഗ്രീൻ പീസും ചിക്കൻ കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഏറ്റവും നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്.